മലയാള സിനിമയിൽ തന്നെ ബ്രില്യൻസിയുള്ള പത്മനാഭ സാറിൻ്റെ ഒക്കെ ലൈനിൽ സിനിമകൾ എഴുതുന്ന ഒരാളാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടും അതിനെക്കുറിച്ചുള്ള ഓരോ സീനുകളും ഓരോ സംഭവങ്ങളും ഓരോ ബാക്ക് ഡ്രോപ്പും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടാണ്. ഡീറ്റെയിലിംഗ് ആണ് സിനിമയുടെ ഒരു സംഭവം. എഴുത്തുകാരൻ എഴുതുമ്പോൾ തന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഡീറ്റെയിലിംഗ് ആണ്. പ്രേക്ഷകരെ ആ കഥയിലേക്ക് കൊണ്ടുപോകണം. അതേപോലെ തന്നെ അവർക്ക് സിനിമ അവരിപ്പോൾ ചെയ്യാൻ പോണ സിനിമ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. 1-to-1 സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരാൾക്ക് ശരിക്കും ഒരു തിരക്കഥാകൃത്താകാൻ പറ്റും. അയാൾക്ക് അതിൻ്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി അത് എങ്ങനെയാണ് അത് 1-to-1 ചെയിനായിട്ട് സീനുകളിൽ കൂടി കടന്നുപോയി തിയേറ്ററിൽ എന്തെന്ന് ആദ്യം ഉള്ളത് തിരക്കഥാകൃത്ത്. അയാളുടെ മനസ്സിലാണ് ശരിക്കും ഒരു സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് വരുന്നത്. അതിനുശേഷം ആ സംവിധാനത്തിലേക്ക് പാസ് ചെയ്യുന്നതാണ് അദ്ദേഹം ആ പറഞ്ഞ സാധനം സെല്ലുകളിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇദ്ദേഹം പറഞ്ഞതിന് ഒരു 10 മേലെയായിട്ടോ ഒക്കെ ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത്. പിന്നെ പറഞ്ഞ പോലെ ഈ ഒബ്സർവേഷൻ നന്നായിട്ട് വേണം റൈറ്റർമാർക്ക്. പിന്നെ പറഞ്ഞ പോലെ പറയുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണം. അതിന് ചിലപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പേര് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ക്യാരക്ടറിൻ്റെ വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ച് അയാളുടെ വീടുകളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ വീട് കാണിക്കുന്നില്ലെങ്കിലും അയാളുടെ ഫാമിലി, അയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അയാൾക്ക് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടായാലും ഏത് സാഹചര്യത്തിലാണ് നിൽക്കണമെന്നൊക്കെയുള്ള നമ്മൾ തന്നെ ഒരു സൈഡ് നോട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നോട്ട് വേണം. ഓരോ ക്യാരക്ടറിനെ കുറിച്ചും അയാൾ ഇന്നതാണ്, അയാളുടെ ഒരു ക്രമാനുഗത വളർച്ചയിൽ തീരണമെന്നാണ് പറയുക. അതായത് ഒന്നിനും തുടങ്ങി അവസാനം നല്ലൊരു ഫീലിങ്ങിൽ ഒരു പീക്കിൽ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും തിരക്കഥ എഴുതണമെന്നാണ് പറഞ്ഞത് കൊമേഴ്സ്യൽ സിനിമകളിലെ. പക്ഷേ ഇതിനൊക്കെ ഓപ്പോസിറ്റാണ് അവാർഡ് സിനിമകൾ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മളൊരു ക്രിയേറ്റീവ് സിനിമകൾ എന്ന് പറയുന്നത്. ആ സിനിമകൾ ക്ലാസിക് സിനിമകൾ അത് ഇതുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിക്കാറില്ല. ചിലപ്പോൾ അത് ഫുൾ മായാദർപ്പണം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഫുള്ള് ലാഗായിട്ടായിരിക്കും. ഒറ്റ ഷോട്ടിൽ സിനിമയാണെന്ന് കാണാൻ ആൾക്കാരുണ്ട്. അതെല്ലാം നമ്മൾ ഒരിക്കലും കടന്നു കയറാത്ത മേഖലകളിലേക്ക് പോകുന്നുണ്ട്. സിനിമയൊക്കെ നമ്മുടെ സെല്ലുലോയിഡൊക്കെ വിട്ട് നമ്മളിലേക്ക് ഓടി വരുന്ന സംഭവമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ജല്ലിക്കെട്ടൊക്കെ ചെയ്ത പോലെ അതിനൊരു നിയതമായ ഓർഡർ ഉണ്ടോയെന്ന് വെച്ചാൽ ഓർഡറുണ്ട്, ഓർഡറില്ലെന്ന് വെച്ചാൽ ഓർഡറില്ല. അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവിൽ മാത്രം നിന്നിട്ട് ആ സിനിമ ഇങ്ങനെ വളർന്ന് വേറെ റൂട്ടിലൊക്കെ പോകുന്ന തരത്തിലുള്ള സിനിമകളുണ്ട്. അപ്പോൾ ഓരോ മേക്കിങ്ങിലും ഓരോ കഥയും ഓരോ രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ നമ്മൾ കൊടുക്കുന്ന കഥയും തിരക്കഥയും ഇത് ചെയ്യാൻ പ്രാപ്തനാണോ ഡയറക്ടർ എന്ന് നോക്കേണ്ടത് വലിയൊരു ഘടകമാണ്. നമ്മൾ ചെയ്ത സാധനം ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തൊരു സിനിമ സ്ക്രിപ്റ്റ് ഈ ചെയ്യാനായിട്ട് പ്രാപ്തനാണോ ഈ സംവിധായകൻ എന്ന് നോക്കേണ്ടത് വലിയ കാര്യമാണ്. ഇപ്പോൾ പത്മനാഭ സാറ് വൈവിശ്വ സാറിനോട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഭരതൻ സാറിനോട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പത്മനാഭ സാർ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്മനാഭ സാർ വേറെ ആൾക്കാരെ കഥയെടുത്ത് സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സിനിമയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രാഫ്റ്റും അതിനെക്കുറിച്ചുള്ള ഒരു ഇതുള്ള ആളുകൾക്ക് മാത്രമാണ് സിനിമയുടെ തിരക്കഥ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ, അതിനോടനുബന്ധപ്പെട്ട ആൾക്കാർ ഏറ്റവും നല്ല ആളുകളാണെങ്കിൽ, പുതുമുഖങ്ങളാണെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് നല്ല എക്സ്പീരിയൻസുള്ള ആളുകളായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഥ നമ്മൾ ഉദ്ദേശിച്ച തിരക്കഥ ഉദ്ദേശിച്ചപോലെ സ്ക്രീനിൽ വരും. അല്ലെങ്കിൽ ഇതൊക്കെ പാളിപ്പോയിട്ട് നമ്മൾ എഴുതിയ കഥ എന്തോ തിയേറ്ററിൽ വന്ന വേറെന്തോ എന്താണ് കഥാകൃത്ത് മറ്റേ അമ്പ് കിട്ടാനായത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കടമ തീർന്നു, പിന്നെ സംവിധായകൻ്റെ കയ്യിലാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഒത്തിരി പറയാനുണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, അതായത് എന്തെങ്കിലും ഒരു നമുക്കൊരു നിയമമുണ്ടോ ഇതിന്, സ്ക്രിപ്റ്റിനൊരു നിയമം എന്തെങ്കിലും ഒരു? അതാണ് ഒരു കഥ ചെയ്യുന്നതിന് ഇതിന് ആദ്യം മധ്യം അന്തം ഉണ്ടാവണം. അതാണ് സംഭവം. പിന്നെ വെച്ചാൽ നമ്മൾ പറയുന്ന വിഷയം എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. അത് ഇൻട്രസ്റ്റീവായിട്ട് പറഞ്ഞു വേണം. അടുത്ത സീൻ ഇനി പ്രേക്ഷകർ കാണാനാണല്ലോ. അടുത്ത സീൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വേണം. പിന്നെ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഒരു നമ്മളൊരു A4 പേപ്പർ എടുത്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ ആദ്യം ഒരു സീൻ നമ്പർ എഴുതും, അതിൽ സീനിന് ഏത് സ്ഥലത്താണ് നടക്കുന്നതെന്ന് എഴുതും, അത് രാത്രിയാണോ പകലാണെന്ന് എഴുതും, അത് എക്സ്റ്റീരിയർ ആണോ ഇൻറ്റീരിയർ ആണെന്ന് എഴുതും, അതാദ്യം. പിന്നെ ലെഫ്റ്റിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പടം തുടങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. ആരെങ്കിലും ഡയലോഗ് എഴുതുമ്പോൾ മാത്രം അത് രണ്ട് ഭാഗമായിട്ട് മടക്കിയിട്ട് അതിൽ ഒരു സൈഡ് വലത്ത് സൈഡിൽ ഡയലോഗ് എഴുതുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തും എഴുതാം. അതായത് സിനിമയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാനുണ്ടോ അത് മൊത്തം എഴുതാം. അതിനകത്ത് നമുക്ക് അതിപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ എഴുതുക. അത് സെലക്ട് ചെയ്യേണ്ടത് ഡയറക്ടറിൻ്റെ കടമയാണ്. നമുക്ക് എഴുതാവുന്ന എല്ലാം എഴുതാം. എല്ലാ നരേഷനും ഇപ്പോൾ നമുക്ക് 100-150 സീൻ എഴുതാനുണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് നിന്ന് 10 സീനായിരിക്കും, അല്ലെങ്കിൽ 50 സീനായിരിക്കും ഡയറക്ടർ എടുക്കുന്നത്. പക്ഷേ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഈ 100 സീൻ പറഞ്ഞ് 150 സീൻ എഴുതാതെ സിനിമയ്ക്ക് വേണ്ട ഒരു 40-50 സീനുകളാണ് ശരിക്കും വേണ്ടത്. അല്ലെങ്കിൽ 60 സീൻ വിചാരിച്ചോ. ആ 60 സീനിൽ കൂടി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ 150 സീനിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അത് പ്രാക്ടിക്കലായിട്ടൊരു സംഭവം. ഒരു 50 സീനാണെങ്കിൽ 50 സീനിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് 2 മണിക്കൂർ ആണ് മലയാളത്തിൽ ഇപ്പോൾ കൂടുതൽ. രാജമാണിക്യം സിനിമയ്ക്ക് 2 മണിക്കൂറാണ്. നമുക്ക് ഒട്ടും ലാഗമില്ല, പക്കയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകും. പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റീവായിട്ട്
ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ആളുകളെ മുഷിപ്പിക്കാണ്ട് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പോയി തീരുന്ന സിനിമകളായിരിക്കും പ്രേക്ഷകരെ ഫസ്റ്റ് ടൈം അംഗീകരിക്കുക. പിന്നെ എൻ്റെ കഥയും അതിൻ്റെ ഡെപ്തും ഒക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. ഇപ്പം പല ഡയറക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരു തിരക്കഥയിൽ നിന്ന് ഒരു സീൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ആ ഒരു പ്രശ്നമില്ലെങ്കിൽ ആ സീനിൻ്റെ ആവശ്യമില്ലല്ലോ. അതിന് ആവശ്യമില്ല. അപ്പോൾ അത് നേരത്തെ തന്നെ അതിന് 100 പ്രാവശ്യം ഇപ്പോൾ ഒരു 50 സീൻ ഉണ്ടെങ്കിൽ ഓരോ സീൻ എഴുതുമ്പോൾ ഈ സിനിമയിൽ ഈ കഥയുടെ ആവശ്യമുണ്ടോ, ഈ സീനിൻ്റെ ആവശ്യമുണ്ടോ, ഈ സീൻ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും, ഈ സീനിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ സീൻ വേറെ സീനിൽ പറഞ്ഞാൽ കറക്റ്റ് ആവുക, അല്ലെങ്കിൽ ഇത് 2 സീനായിട്ട് പറയണം. അതൊക്കെ തിരക്കഥാകൃത്ത് നിശ്ചയിക്കേണ്ട ഒരു സംഭവമാണ്. മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ, അതിൽ നമ്മുടെ നായികയെ നമ്മൾ സിനിമയ്ക്ക് നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ബ്രില്യൻസ്, ഒരു സ്ക്രിപ്റ്റ് തിരക്കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇനി നമ്മുടെ ആളുകളൊക്കെ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിച്ചാൽ നമ്മുടെ നിലവാരം വളരെ സാറിൻ്റെ. അതെ ഇപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം റൈറ്റർ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ അവർ വളരെയധികം സ്റ്റഡി ചെയ്തിട്ടാണ്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയല്ലോ, ശ്യാം പുഷ്കർ വളരെ മലയാള സിനിമയിൽ തന്നെ ബ്രില്യൻസിയുള്ള പത്മനാഭ സാറിൻ്റെ ലൈനിൽ സിനിമകൾ എഴുതുന്ന ഒരാളാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടും അതിനെക്കുറിച്ചുള്ള ഓരോ സീനുകളും ഓരോ സംഭവങ്ങളും ഓരോ ബാക്ക് ഡ്രോപ്പും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടാണ്. ഡീറ്റെയിലിംഗ് ആണ് സിനിമയുടെ ഒരു സംഭവം. എഴുത്തുകാരൻ എഴുതുമ്പോൾ തന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഡീറ്റെയിലിംഗ് ആണ്. പ്രേക്ഷകരെ ആ കഥയിലേക്ക് കൊണ്ടുപോകണം. മഹേഷിൻ്റെ പ്രതികാരമാണെങ്കിലും ഏറ്റവും എനിക്ക് തോന്നുന്നത് വേൾഡ് ക്ലാസ് സിനിമയുടെ ഒപ്പം വയ്ക്കാവുന്നൊരു സിനിമയാണ് ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. അതിന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. അതിന് അവാർഡുകളൊക്കെ കിട്ടിയെങ്കിലും നമ്മുടെ ശ്യാം പുഷ്കർ ഇതിൽ ഏറ്റവും നല്ല ഒരു തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷിയാണ്. മഹേഷിൻ്റെ പ്രതികാരമൊക്കെ ഉണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ വേൾഡ് ക്ലാസ് സിനിമയോട് വെക്കാവുന്ന ഒരു സിനിമയാണ്. അത് ഗംഭീരമായിട്ട് അത് ചെയ്ത് അതേപോലെ തന്നെ തിരക്കഥ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും മസ്റ്റായിട്ട് കണ്ടത് മറ്റേ അങ്കമാലി ഡയറീസ്. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ പറയുമല്ലോ ഒരു നാടിൻ്റെ സംസ്കാരമൊക്കെ അവർ ഗംഭീരമായിട്ട് അതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓരോ നാടിനും ഓരോ സംസ്കാരമുണ്ട്. ആ സംഭവം അങ്കമാലി എന്നുള്ളൊരു നാടിൻ്റെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള സംഭവങ്ങളും പഴയ കാലമൊക്കെ അവർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അത് ശരിക്കും ഒരു ടെക്സ്റ്റായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ പറഞ്ഞാൽ ലക്ഷണമൊത്ത മലയാളത്തിൽ 2 തിരക്കഥ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ സിനിമ തിരക്കഥ എന്ന് പറഞ്ഞാൽ കിരീടവും യവനികയും 2 ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. വളരെ ഒരു പക്ക സിനിമയ്ക്കുള്ള എല്ലാ ലക്ഷണവും ഒത്ത സിനിമയാണ് കിരീടവും യവനികയും. അതിന് ക്രമാനുഗതമായ വളർച്ച എല്ലാം നല്ലൊരു നരേറ്റീവായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പടം തീരുന്നത് വരെ നമ്മൾ കണ്ടിരിക്കും. ആ സിനിമയ്ക്ക് അത്രയധികം ഡെപ്തുള്ള വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഡയറക്ടർ ക്രാഫ്റ്റും എല്ലാ തരത്തിലും അവനത്തിൽ നിൽക്കുന്ന ഒരു പടമാണ് ജഗജീവർ സാറിൻ്റെ യവനികൻ, സിബി സാർ ചെയ്ത കിരീടം. സാർ ഇപ്പോൾ നമ്മുടെ അതെ സാറിൻ്റെ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇപ്പം? കഥ ആയോ, തിരക്കഥയിലാണോ, സ്റ്റേജാണ്, തമിഴായതുകൊണ്ട് ഓൾറെഡി നമ്മൾ എന്ത് സിനിമയും തുടങ്ങുന്നത് അതിൻ്റെ തിരക്കഥ പൂർണ്ണമായതിന് ശേഷമല്ലോ. ഓൾറെഡി പൂർണ്ണമായത് തമിഴ് സിനിമയാണ്. തമിഴ് സിനിമയും മലയാളം കൂടി ചേർന്ന് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ അത് ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബഡ്ജറ്റാണ്. പക്ഷേ അത് നമ്മൾ സമ്മറൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി ലൊക്കേഷൻസും സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമൈസ് ചെയ്തുള്ള ഷൂട്ടിൻ്റെ ഷെഡ്യൂൾസ് ആയിട്ട് ഇങ്ങനെ പോകും. ഇതിങ്ങനെ തുടങ്ങി ഷിംല, ലേപ്പോങ്, കുർഫി ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളിൽ കുളുമണാലി പോലുള്ള സ്ഥലങ്ങളിലാണ് അതിൻ്റെ തീരുന്നത്. ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ട്, കേരളത്തിൻ്റെ വിവിധ സ്ഥലം മൂന്നാർ, വാഗമൺ അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ സിനിമ ഒരു ട്രാവലിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ പറഞ്ഞ പോലെ ഒരു കൊമേഴ്സ്യലായിട്ടുള്ള തമിഴിൽ ഉദ്ദേശിച്ചത് തമിഴിൽ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റോറിയായിട്ട് നമ്മൾ കഴിഞ്ഞ കാലത്ത് ഒരു അനുഭവം വെച്ചിട്ട് അത് സക്സസ്ഫുള്ളായിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. സക്സസ്ഫുള്ളായി തീരാനുള്ള എല്ലാ ഫോർമുല അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വിജയിക്കുന്നതാണ് പ്രതീക്ഷ. പിന്നെ പറഞ്ഞാൽ എത്ര വലിയ ഇതാളും ഒരു ഫോർമുലയ്ക്ക് ഒരു പരിധിയുണ്ട്. പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അത് വിജയമാണോ പരാജയമാണോ നമുക്കൊരു ചെറിയ അസസ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. ഈ പടം ഓടാൻ സാധ്യതയുണ്ട് ഇത്തരം വർഷത്തെ ഇതും. കാരണം ഇതൊക്കെ 30 വർഷം കൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഇപ്പോൾ പറഞ്ഞതെല്ലാം സംശീകരിച്ച ചില കാര്യങ്ങളല്ലാണ്ട് വേറൊരാൾക്ക് കാണുമ്പോൾ ഇത് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളണമെന്നില്ല. എങ്കിലും പറഞ്ഞ പോലെ ഈ SP വ്ളോഗിലൂടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്വയം, അതായത് നമ്മളൊരു അനുഭവമില്ലാണ്ട് അല്ല, നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കി നമ്മളതിലൂടെ ട്രാവൽ ചെയ്തു അതിൻ്റെ വിജയവും പരാജയവും മനസ്സിലാക്കിയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അല്ലാണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ലവ് സ്റ്റോറി ത്രില്ലറാണ്.
ഒരു 4 പാട്ടും ഒരു 4-5 ഫൈറ്റൊക്കെ ഉള്ള ഒരു സിനിമ. അങ്ങനെ അതല്ല പറഞ്ഞ പോലെ ഇതൊരു നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓരോ ജോണറിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ജോണറിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. പിന്നെ ലോകത്തിൽ പ്രണയിക്കാത്തതായിട്ട് ആൾക്കാർ തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. ഒരു അർദ്ധനാരീശ്വര കൺസെപ്റ്റിലാണ് ലോകം തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലോകത്തിലിപ്പോൾ നമ്മൾ 61 സുകുമാര കലകളിൽ പോലും ഏറ്റവും ഫസ്റ്റുള്ളത് ഈ പറഞ്ഞ പോലെ കാമം ക്രോധം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു അഫെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ലവ് അതിൻ്റെ ഒരു മെയിൻ ഒരു ഘടകം. അപ്പോൾ അതുകൊണ്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു ലവ് വെച്ചിട്ട് പറഞ്ഞ പോലെ കുറച്ചും കൂടി സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. അത് ഇപ്പോഴത്തുള്ള ആനുകാലികമായിട്ടുള്ള ഒരു വിഷയമൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പടത്തിൻ്റെ സസ്പെൻസായിട്ട് നമ്മളിങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മാർക്കറ്റിംഗ് നേരത്തെ നമ്മളെല്ലാം സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ ഭാഷയിലും, ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലും വിദേശത്തൊക്കെ ഡബ് ചെയ്ത് ഇറക്കാനുള്ളത്, അതർ ലാംഗ്വേജ് വിൽക്കാനുള്ളതും, അതുപോലെ തമിഴിൽ തന്നെ സാറ്റലൈറ്റും നമ്മുടെ ഓൺലൈനും, അതുപോലെ തന്നെ SMS-ഉം, അതുപോലെ തന്നെ CD റൈറ്റും, ആ ലോക്കൽ റേറ്റ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാനുള്ള രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനുള്ള. അതെന്ന് വെച്ചാൽ നമ്മൾ പണം മുടക്കുമ്പോൾ നമ്മുടെ പണം തിരിച്ച് കിട്ടണം. ഇങ്ങനെ ഒരു പടം ചെയ്തത് നമുക്കൊരു ലാഭകരമായാലല്ല അടുത്ത സിനിമയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. മാത്രമേ ഇത് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയല്ല. നമുക്കൊരു അവാർഡ് സിനിമ പ്രശ്നമില്ല. നമ്മൾ മുടക്കിയിട്ട് ആൾക്കാർ 10 പേര് കണ്ടാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു നല്ല സിനിമ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ പോലെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യണം, വിജയിക്കുകയും ചെയ്യണം എന്നുള്ള ഇതൊരു തൊഴിലായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഓടി പൈസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിർമ്മാതാവിനെ കണ്ടെത്തുക, നിർമ്മാതാവിനെയോ നിർമ്മാണ കമ്പനിയോ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിർമ്മാതാവിനെയോ നിർമ്മാണ കമ്പനിയോ കണ്ടെത്തുന്നതിന് മുമ്പ് ചില തിരക്കഥാകൃത്തുകൾ ചില നടീനടന്മാരെ ആയിരിക്കും സമീപിക്കുക. അവരോട് കഥ പറഞ്ഞു അവർക്കത് കൺവിൻസ്ഡ് ആകുമ്പോൾ അവർ വഴിയായിട്ട് നിർമ്മാതാക്കളെ ലഭിച്ചിട്ടുള്ള ഒത്തിരി സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരക്കഥ പൂർത്തിയായിട്ട് ഒരു സാങ്കേതിക വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിനെയോ നിർമ്മാണ കമ്പനിയിലോ ചെല്ലുമ്പോൾ ആ നിർമ്മാണ കമ്പനിയോ നിർമ്മാതാവോ ആ തിരക്കഥാകൃത്തിൽ നിന്നോ അല്ലെങ്കിൽ തിരക്കഥയിൽ നിന്നോ അവർ ഉദ്ദേശിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതെല്ലാം ഈ തിരക്കഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ ആ സിനിമ നിർമ്മിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിർമ്മാതാവിനെ കാണുവാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലുള്ള ചില ആശങ്കകളുണ്ടാവും, സംശയങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സംശയങ്ങളും ആശങ്കകളും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന എപ്പിസോഡിൽ ആ മെസ്സേജുകൾക്കൊക്കെ ഉള്ള ഉത്തരം നമ്മളാൽ കഴിയുന്ന വിധം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്തായാലും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇതിനു മുമ്പ് 3 എപ്പിസോഡുകൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.